പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. ഇന്ന് ഞങ്ങൾ തൃശ്ശൂരുള്ള ഒരു പോളി ക്ലിനിക് എന്ന് പറയുന്നൊരു ലാബുണ്ട്. ഒരു വലിയ ലാബാണത്. അപ്പോൾ ഉമ്മാക്ക് ഒരു ടെസ്റ്റ് അവിടെ ചെയ്യാനുണ്ടായിരുന്നു. 6 മാസം മുമ്പാണ് ഇതിപ്പോൾ ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇന്നാണ് നമുക്ക് അതിൻ്റെ ബുക്ക് ചെയ്തപ്പോൾ ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അത് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ ഒരു ടൈമാണ്. ഒരു കറക്റ്റ് പൂരം എന്ന് പറയുമ്പോൾ ഇന്നല്ല, എങ്കിലും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ പോളി ക്ലിനിക് എന്ന് പറയുന്ന ലാബ്. ഇത് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പാലസ് റോഡിലേക്ക് തിരിയുമ്പോൾ ഉള്ള ആ റോഡിലേക്കാണ്. പാലസ് റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഒരു 12:30 മണിയാകുമ്പോഴാണ് നമ്മൾ എത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണക്കാക്കി നമ്മളൊരു 11 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അധികം ലേറ്റായില്ല, എന്തായാലും ഒരു 3/4 മണിക്കൂർ ഏകദേശം അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. ഇതിന് മുമ്പ് വന്നപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ലേറ്റായത്. അന്നൊരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഏകദേശം അന്ന് സമയമായിരുന്നു, ഒരു 6 മാസം മുമ്പ് വന്നപ്പോൾ. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും അത്രയൊന്നും ലേറ്റായില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾക്കുള്ള ഒരു ഏരിയയാണ് ഇത്. പട്ടികജാതി പട്ടികവർഗ അതിൻ്റെ ഒരു ജില്ലാ കാര്യമാണ് ഈ കാണുന്നത്, ഈ ഇടത് സൈഡ് കാണുന്നത്. അപ്പോൾ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉള്ള പുരാവസ്തു വകുപ്പിൻ്റെ ഒക്കെ മ്യൂസിയമാണ് ആ മുന്നിൽ കാണുന്നത്. പിന്നെ സാഹിത്യ അക്കാദമി ഹാള്, അങ്ങനെ കുറേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ടൗണിൻ്റെ മറ്റുള്ള പോലുള്ള ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറച്ചൊരു നല്ലൊരു ശാന്തത അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ. കുറേ തണൽ മരങ്ങളും റോഡ് സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ മറ്റു മെയിൻ റോഡിലുള്ള പോലെ അത്ര തിരക്കും കാണാനില്ല. ഈ വണ്ടികളൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് നിൽക്കുന്ന വണ്ടികളാണ്. ചിലത് ഓടുന്നുണ്ട്, പിന്നെ ഓട്ടോ സ്റ്റാൻഡ് ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെയാണ് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉള്ളത്. ഈ ഇടത് ഭാഗത്ത് കോർപ്പറേഷൻ്റെ സ്റ്റേഡിയം ഉള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഈ റോഡിൻ്റെ 2 സൈഡും കാണുന്നതെല്ലാം ഓരോരോ സ്ഥാപനങ്ങളാണ്. ഈ സാഹിത്യ അക്കാദമി ഹാള്, അതുപോലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെയാണ് ഈ 2 സൈഡും കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്യാൻറ്റീനിൻ്റെ ബോർഡ് കണ്ടു. ഞാൻ വണ്ടി അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ക്യാൻറ്റീൻ എവിടെയെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ വരുന്ന ആളോട് ചോദിച്ചപ്പോൾ ആളാണ് ചൂണ്ടിക്കാണിച്ചത് ബാക്ക് സൈഡിലാണ് ക്യാൻറ്റീൻ ഉള്ളത്. അതായത് നമ്മൾ കടന്നു വന്ന ആ ഭാഗത്ത് തന്നെയായിരുന്നു ക്യാൻറ്റീൻ ഉള്ളത്. 2 വീലേഴ്സ് പാർക്ക് ചെയ്യുന്നൊരു സ്ഥലം കണ്ടു. അപ്പോൾ അങ്ങനെ അവിടെയാണ് വണ്ടി അവസാനം പാർക്ക് ചെയ്തത്. അങ്ങനെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ക്യാൻറ്റീനിനോട് ചേർന്നിട്ട് തന്നെ പച്ചക്കറി കൃഷി ഉള്ളതായിട്ട് കണ്ടത്. കോളിഫ്ലവർ, കാബേജ്, അതുപോലെ കൂർക്ക, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കോളിഫ്ലവർ ഇങ്ങനെ കൃഷി നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അതുപോലെ കാബേജ് എല്ലാം. അപ്പോൾ അവിടെ നിന്നിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുകയും ചെയ്തു. അതിന് ശേഷം നേരെ റൗണ്ടിൽ ചെന്നു, തേക്കിൻകാട് മൈതാനത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ പൂരത്തിൻ്റെയൊക്കെ ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 6-ാം തീയതിയും 7-ാം തീയതിയൊക്കെ ആയിട്ടാണ് മെയിൻ പൂരം നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പന്തൽ കെട്ടാനുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തണൽ അത്യാവശ്യം കിട്ടും. അപ്പോൾ ഈ തണൽ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ അത്യാവശ്യം ആൾക്കാർ വിശ്രമിക്കാറുണ്ട്. അത് ഏത് സമയത്ത് ചെന്നാലും നമുക്ക് അവിടെ കാണാൻ കഴിയും, ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നതൊക്കെ. പിന്നെ ഇവിടെ ഒരു പന്തലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് മെയിനായിട്ടുള്ള ആൾക്കാർക്ക് VIP ഒക്കെ ഇരിക്കാനുള്ള പന്തലാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ടീമുകളൊക്കെ അവിടെ നന്നായിട്ട് പരിശോധിക്കുന്നത് കാണാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരു 10-50 പേരുണ്ട്, പോലീസുകാരും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ. അപ്പോൾ അതിൽ കളക്ടർ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിയിരിക്കുമ്പോൾ ഈ പന്തൽ പണിയുടെ മേൽനോട്ടത്തിലുള്ള ഓരോ ചേട്ടന്മാരുണ്ടാവില്ല, ഓരോ ആൾക്കാർക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഈ കളക്ടർ ഇങ്ങനെ നമ്മുടെ തെക്കേ ഗോപുരനടയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഈ ചേട്ടൻ ഫോൺ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അവിടെ പണി നടക്കുന്ന ആൾക്കാരടുത്ത്, കളക്ടർ വരുന്നുണ്ട്, അപ്പോൾ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നിങ്ങനെ പറഞ്ഞു കേട്ടു. ഫയർ എഞ്ചിനൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിൻ്റെ മറു സൈഡിലൊക്കെ ആയിട്ട് ഇതിനും കൂടുതൽ ഉണ്ടാകും, ആംബുലൻസും അതുപോലെയുള്ള സജ്ജീകരണങ്ങളെല്ലാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ തിരക്കധികം കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഈ മൈതാനത്തിൻ്റെ വേറൊരു ഭാഗത്താണ് ഇപ്പോൾ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂരത്തിൻ്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിരുന്നു. പക്ഷെ അവിടെയാണ് ഒരുപാട് തിരക്ക് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ആൾക്കാരെല്ലാം ഇപ്പോൾ അവിടെയുള്ളത്. സൈഡിൽ ഇപ്പോൾ അങ്ങനെ തിരക്ക് കാണാത്തത്
ഇതുകൊണ്ടാണ്. ഇവിടെയാണ് ഈ പൂരത്തിനൊക്കെ നമ്മൾ ആനകളൊക്കെ ഇറങ്ങി നിരന്ന് നിൽക്കുന്ന ഒരു ഭാഗം, തെക്കേ ഗോപുരം നട എന്ന് പറയുന്ന ഒരു ഭാഗമാണത്. അതൊക്കെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു കാഴ്ച കാണാൻ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥലത്തുള്ള ഏത് ഭാഗത്തുള്ള ആൾക്കാരായിരുന്നാലും തൃശ്ശൂരൊക്കെ വരണമെങ്കിൽ ഇവിടെ നിന്നൊരു ഫോട്ടോ, ഒരു സെൽഫിയൊക്കെ എടുക്കാൻ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതിൻ്റെ മുന്നിൽ ഞാനും ചെറിയൊരു വീഡിയോ അങ്ങോട്ട് പിടിച്ചു. കുറച്ചൊരു മുന്നോട്ട് ഗോപുരനടയുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഒരു ബോർഡ് കണ്ടത്. ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇതൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങണം എന്നതിൽ അറിയിപ്പുണ്ട്. അതിനുശേഷം ആണ് ഒരു കാഴ്ച കണ്ടത്. അതിൻ്റെ അടുത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കരിങ്കല്ലിൽ കൊത്തിയെടുത്തൊരു ടാങ്ക് കണ്ടു. ഒറ്റൊരു വലിയ കല്ലാണ്, ആ കല്ലിലൊരു ടാങ്ക് കൊത്തിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ കിണറുമുണ്ട്. പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതെന്തിനു ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ടാങ്ക് എന്ന് അറിയില്ല. എന്താണ് ഒറ്റ കല്ലിലാണ് അത് കൊത്തിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ചായ കുടിക്കാനായിട്ട് നമ്മൾ കയറിയത് ശ്രീരാധാകൃഷ്ണ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. അത് തെക്കേ ഗോപുരനടയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു റോഡ് തന്നെയാണ്, എം റോഡ് എന്ന് പറയും. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ഹോട്ടലാണ്, പണ്ട് മുതലുള്ള ഹോട്ടലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ആണെങ്കിൽ നല്ല ഫുഡാണ്, നമുക്ക് വളരെ ഫേമസുമാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ചായയും ഉഴുന്നോടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അവർ സെർവ് ചെയ്യുന്നത്. ഉഴുന്നോട ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ പാത്രത്തിൽ കുറച്ച് സാമ്പാറും പിന്നെ കുറച്ച് ചട്നിയും കൂടി അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ചായ സെർവ് ചെയ്യുന്നത് ഈ തമിഴ്നാട് ശൈലിയിലുള്ളൊരു അവിടുത്തെ രീതിയിലാണ് ഒരു ചായ നമുക്ക് കൊണ്ടുവരുന്നത്. ഒരു ചെറിയൊരു സ്റ്റീൽ കിണ്ണത്തിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ വെച്ചിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. ഇത് ഒരുപാട് വർഷം മുമ്പത്തെ ഒരു ഹോട്ടലാണ്. അതുപോലെ തന്നെ ഈ ക്യാഷ് കൗണ്ടറിൻ്റെ ബാക്ക് നോക്കുമ്പോൾ അവിടുത്തെ ഡിസൈനും അതുപോലെ തന്നെ മരത്തിൻ്റെ വർക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് ഉമ്മാനെ ഡോക്ടറെ കാണിക്കാനുണ്ട്. വൈകുന്നേരം ഒരു 6-6:30 എത്താൻ പറഞ്ഞത് ഡോക്ടർ അടുത്തേക്ക്. ഡോക്ടർ വീട്ടിലാണ് നോക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിനി പോകുന്നത്. അതിൻ്റെയൊക്കെയുള്ള യാത്രയിലാണ്. ഈ കാണുന്ന രാഗം തിയേറ്റർ എന്നുള്ളതാണ് ഈ കാണുന്നത്, ഫേമസാണ്. അപ്പോൾ പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഈ റൗണ്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും കമാനങ്ങൾ ഉയർത്താറുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു കമാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് റോഡ് കുഴിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ അവർ അവിടെ അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നാട്ടി വെക്കുകയാണ്. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. പിന്നെ ആ കാണുന്ന ആ ബസ് കയറി വന്ന റോഡ് എന്ന് പറഞ്ഞത് ഷൊർണൂർ റോഡാണ്. അത് നമ്മൾ ഈ ഒറ്റപ്പാലം പിന്നെ ഷൊർണൂർ അതുപോലെ തന്നെ പഴയന്നൂർ അവിടെ നിന്നൊക്കെ വരുന്ന റൗണ്ടിലേക്ക് വന്ന് കയറുന്ന റോഡാണത്. പക്ഷെ നമ്മൾ ആ വഴി പോവുകയാണെങ്കിൽ നേരെ ചെന്ന് കയറുന്നത് പാട്ടുരാക്കൽ എന്ന് പറയുന്നൊരു ജംഗ്ഷനിലാണ് ചെന്ന് കയറുന്നത്. എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ റോഡിൽ കമാനങ്ങൾ ഉയർത്താറുണ്ട്. അത് പതിവായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ കാണുന്ന ഒരു ഗതാഗതമൊക്കെ ഇനി എല്ലാം മാറ്റം വരുത്തും ഈ പൂരത്തിൻ്റെ ആ ഒരു ദിവസം, അതുപോലെ തലേ ദിവസം മുതലൊക്കെ. പിന്നെ നമുക്ക് ഈ റൗണ്ട് ഫുള്ള് ബ്ലോക്ക് തന്നെയായിരിക്കും. വാഹനങ്ങളൊന്നും റൗണ്ടിലേക്ക് കടത്തി വിടയില്ല, അല്ലാതെ മറ്റുള്ള വഴികളിൽ കൂടെയൊക്കെ ആയിരിക്കും പിന്നെ വണ്ടിയിൽ കടത്തി വിടുക. വേറൊരു കമാനം കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇത് നമ്മുടെ എം റോഡിൽ നിന്ന് വന്ന് കയറുന്നൊരു റോഡാണെന്ന് തോന്നുന്നുണ്ട്. എം റോഡല്ല, MG റോഡാണ്. MG റോഡിൽ നിന്ന് വന്ന് കയറുന്ന ഒരു ഭാഗമാണ്, ആ ഒരു ജംഗ്ഷനാണിത്. ഇത് ഇങ്ങനെ ജംഗ്ഷനിലാണ് ഇതുപോലെ കെട്ടി വെച്ചിരിക്കുന്നത്, ഈ കമാനങ്ങൾ കെട്ടി വെച്ചിരിക്കുന്നത്. അത് രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് കാണാൻ നല്ല രസമായിരിക്കും, കുറേ കൂടി രസം ഉണ്ടാകും. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്ത് കാണാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ മടങ്ങിപ്പോകും. രാത്രി നമ്മൾ ഇനിയിപ്പോൾ കാഴ്ചകൾ കാണാൻ നിൽക്കില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഇതുപോലെ അന്നും പൂരത്തിൻ്റെ ആ ദിവസമായിരുന്നു നമ്മൾ ഡോക്ടറെ കാണാൻ വന്നിരുന്നത്. പൂരത്തിൻ്റെ തലേ ദിവസം ആയതെന്ന് തോന്നുന്നു. അന്ന് റോഡ് ശരിക്കും ബ്ലോക്കായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടറെ കണ്ട് തിരിച്ചു വരുന്ന വഴി ഓട്ടോറിക്ഷ പിടിച്ചിട്ട് റൗണ്ടിൽ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. അതും വേറെ ഏതൊക്കെയോ റോഡ് വഴിയാണ് നമുക്ക് റൗണ്ടിൽ കയറാൻ പറ്റിയത്. എന്നിട്ട് അവസാനം മുന്നോട്ട് വണ്ടി നീങ്ങാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അവിടെ നിന്ന് ആ ഓട്ടോറിക്ഷ നമുക്ക് ഇറങ്ങിയിട്ട് പിന്നെ നടക്കേണ്ടി വന്നു. എന്നിട്ട് കുറേ ദൂരം നടന്നിട്ട് ഹൈ റോഡിൻ്റെ ആ ഭാഗത്തുള്ള വേറൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കടന്ന് ചെന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം അങ്ങനെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ നല്ലൊരു ബ്ലോക്കുള്ളൊരു സമയമാണ് ഈ സമയത്തൊക്കെ. പിന്നെ ഈ കാണുന്നൊരു ജംഗ്ഷനിലാണ്
ഈ റൗണ്ടിൽ ആകെ ഉള്ള ഒരു സിഗ്നൽ ഉള്ളത്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് റൗണ്ടിലുള്ള സിഗ്നൽ സ്ഥിതി ചെയ്യുന്നത്. അത് എന്താണ് ഇവിടെ മാത്രം ഇങ്ങനെ സിഗ്നൽ വെച്ചതെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ സ്വരാജ് റൗണ്ടിൽ ഈ ഒരു ജംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ സിഗ്നൽ. ഇതാണ് വടക്കേ സ്റ്റാൻഡ് റോഡ്. വടക്കേ സ്റ്റാൻഡിലേക്ക് തിരിയുന്നൊരു റോഡാണത്. ഇവിടെ നല്ലൊരു ഇറക്കമാണ് ഇത് കഴിഞ്ഞാൽ. ഈ ഇറക്കം ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് വടക്കേ സ്റ്റാൻഡാണ്. വടക്കേച്ചിറ ബസ് സ്റ്റാൻഡ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. അത് വടക്കേ സ്റ്റാൻഡ് എന്നാണ് പൊതുവെ പറയുന്നത്. തൃശ്ശൂരിലുള്ള 3 ബസ് സ്റ്റാൻഡുകളിൽ 2 പ്രൈവറ്റ് സ്റ്റാൻഡ്, ഒരു KSRTC സ്റ്റാൻഡ്, അങ്ങനെയാണ്. അതിൽ ഒരു സ്റ്റാൻഡാണ് ഈ വടക്കേച്ചിറ അഥവാ വടക്കേ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ കഴിഞ്ഞൊരു ഏകദേശം ഒരു 3-4 വർഷം മുമ്പ് ഒന്ന് പുതുക്കി പണിതിരുന്നു. ഏതോ ഒരു ബാങ്കിൻ്റെയൊക്കെ മേൽനോട്ടത്തിലാണ്, അവരുടെ വകയായിരുന്നു ഇതിൻ്റെ പുതുക്കി പണിയലുകൾ നടന്നത്. അപ്പോൾ അതിനുശേഷം ഒരു നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഈ ഒരു സ്റ്റാൻഡ് പണി തീർത്തിട്ടുണ്ട്. അതിൻ്റെ കവാടങ്ങളും അതിൻ്റെ ഉൾഭാഗം, പിന്നെ ഇവിടെ റോഡ് അപ്പുറം ഇപ്പുറം ക്രോസ് ചെയ്യാനൊരു നടപ്പാലം കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊരു മെയിൻ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിരുന്നാൽ, ഈ ഒരു ബസ് സ്റ്റാൻഡിൽ പണി കഴിഞ്ഞതിന് ശേഷം പഴയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കിടന്ന അത്രയും ഒരു സ്പേസ് ഇപ്പോൾ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ബസ്സൊക്കെ ഇപ്പോൾ അധികം കിടക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിട്ടുള്ളത്. എന്നാലും ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഒരു റോഡാണ്. അങ്ങനെ പൊട്ടിപ്പൊളിയുള്ള ഒരു അവസ്ഥയൊന്നും ഇല്ലാത്ത നല്ലൊരു റോഡാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല റോഡാണ്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നൊരു റോഡാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാനും അതിനനുസരിച്ചൊരു നല്ലൊരു ഈസിനെസ് ഒക്കെ തോന്നാറുണ്ട്. ഇപ്പം നമ്മൾ പെരിങ്ങാവ് എന്ന് പറയുന്നൊരു ജംഗ്ഷൻ എത്താനായിട്ടുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് ഒറ്റപ്പാലം റൂട്ടിലേക്കും ഒക്കെ തിരിയുന്നത്. അതുപോലെ തന്നെ ഒരു വശത്തേക്ക് പോയിരുന്നാൽ പാട്ടരാക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡുമാണ്. ഇവിടെ നല്ല ഹെവി ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് നല്ല ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. ഈ ഗുരുവായൂരിൽ നിന്നും കുന്നംകുളത്തും വരുന്ന ബസ്സുകളൊക്കെ വന്ന് കയറുന്ന ഈ ഒരു ഭാഗത്തേക്കാണ്, സ്റ്റാൻഡിലേക്ക്. ആ മുന്നിൽ കാണുന്ന ബസ് ചാവക്കാട് നിന്ന് വരുന്ന ബസ്സാണ്. പക്ഷെ ഇന്നെന്തോ ഈ സമയത്ത് പതിവുള്ളതിൻ്റെ അത്ര ഒരു തിരക്കൊന്നും കാണാനില്ല. മറ്റു ദിവസങ്ങളിലെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരക്ക് തീരെ കാണുന്നില്ല. മറ്റു നല്ലൊരു ബ്ലോക്കുള്ളൊരു ഏരിയയാണ്, അതുപോലെ തന്നെ ആ ബ്ലോക്കുള്ളൊരു സമയമാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങിയാലൊരു ദയ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റൽ ഉള്ളൊരു സ്ഥലവും. തൃശ്ശൂരിലെ ഫേമസ് ഒരു ഹോസ്പിറ്റലാണ്. അശ്വിനി, ദയ, അതുപോലെ അമല, ഇതൊക്കെ ഫേമസായിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൽ ദയ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റോപ്പാണ് കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങിയാൽ കാണാൻ കഴിയുന്നത്. അവിടെയാണെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പണ്ടൊരു സിഗ്നൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടേക്കുള്ള ആ വണ്ടികളുടെ ആ യൂട്ടേൺ എടുക്കുന്ന സ്ഥലവും, പിന്നെ അവിടെ തന്നെ ബസ് സ്റ്റോപ്പുണ്ട്, പുറമെ സീബ്ര ലൈന് ഒക്കെ ഉണ്ട്. എല്ലാം കൂടിയിട്ടൊരു ഭയങ്കര ബ്ലോക്കാണ്. ഇതാണ് ആ സ്ഥലം. ഈ വഴിക്ക് മുമ്പൊരിക്കൽ ഞാൻ ചേലക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു ഈ വഴിക്ക്. പക്ഷെ അന്ന് ഇപ്പോഴുള്ള വണ്ടി ആയിരുന്നില്ല. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ പഴയ വണ്ടി. അപ്പോൾ ആ വണ്ടിയിലാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വിയ്യൂർ പാലമാണ് എത്തിയിട്ടുള്ളത്. ഈ പാലം കടന്ന് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ് വഴിയാണ് നമുക്ക് ഡോക്ടറുടെ വീട്ടിലേക്ക് പോകേണ്ടത്. കൊട്ടേക്കാട് റോഡെന്നാണ് ഈ ഒരു റോഡിനെ പറയുക. ഇതുവഴി പോയിരുന്നാൽ കുന്നംകുളം റൂട്ടിൽ മുണ്ടൂർ എന്ന സ്ഥലത്താണ് ചെന്ന് കയറുന്നത്. ആ ഭാഗത്ത് ചെന്ന് കയറാൻ പറ്റുന്നൊരു റോഡും കൂടിയാണത്. ഇതും നല്ലൊരു റോഡാണ്, മോശമല്ലാത്ത കുഴപ്പമില്ലാത്തൊരു റോഡാണത്. അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ വീട്ടിൻ്റെ അവിടേക്കുള്ള ട്രെയിനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. വീട് എത്താനായിട്ടുണ്ട്. ഏകദേശം ഒരു 7 വർഷമായിട്ട് നമ്മൾ 2017 മുതൽ സ്ഥിരമായിട്ട് ഈ ഡോക്ടറെ വീട്ടിലേക്ക് ഉമ്മാനെ കൊണ്ട് വരുന്നുണ്ട്. നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെയാണത്. സ്ട്രോക്കായിരുന്നു ഉമ്മാക്ക് വന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം നല്ലൊരു മാറ്റം തന്നെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഡോക്ടറെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ കണ്ട് ഇറങ്ങാൻ കഴിഞ്ഞു, തിരക്കധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വിചാരിച്ചു